ഇപ്പോൾ കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തൃശ്ശൂർ ആദ്യമായിട്ട് BJP ഒരു MP വരുന്നു. ഈ ഒരു നിയമസഭയിൽ മൊത്തത്തിൽ ചേലക്കര മാത്രമല്ല മൊത്തത്തിൽ BJPയുടെ ഒരു മുന്നേറ്റം എങ്ങനെയാണ് കാണുന്നത്? പ്രതീക്ഷയുള്ള മണ്ഡലങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പൊ പല മണ്ഡലങ്ങളുടെ പേരുകൾ പറയുന്നുണ്ടല്ലോ. ഈ BJPയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എത്ര സീറ്റ് പ്രതീക്ഷിക്കാം? BJPയെ സംബന്ധിച്ചിടത്തോളം എന്ത് തന്നെയാണെങ്കിലും ഒരു സാധാരണ ഇലക്ഷനെ നേരിടുന്നത് പോലല്ല തവണ ഇലക്ഷൻ നേരിടുന്നത്. ഇവിടെ ഭരിക്കണം എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് മുഴുവൻ ശക്തിയും പ്രയോഗിച്ചുകൊണ്ടാണ് ഇവിടുത്തെ ഇലക്ഷൻ നേരിടുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ നമുക്ക് ചിലപ്പം എത്ര സീറ്റ് കിട്ടും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇതിന്റെ ജനങ്ങളുടെ കയ്യിലാണ് ഇതിന്റെ കാര്യങ്ങളെല്ലാം വരുന്നത്. അവസാനം ജനങ്ങളുടെ തീരുമാനം അത് BJPക്ക് അനുകൂലമായിരിക്കും എന്നുള്ളതാണ് നമ്മുടെ പ്രതീക്ഷ. അങ്ങനെ തന്നെ പ്രതീക്ഷ. ഒരു എണ്ണോ അങ്ങനെ ഒരു ടാർഗറ്റ് ഒന്നും വെച്ചിട്ടല്ല. അല്ല, ടാർഗറ്റ് പറയുമ്പോൾ ഇപ്പൊ പാർട്ടി വളരെ കൃത്യമാണ്. അവര് ജയിക്കുന്ന മണ്ഡലങ്ങളെ A ക്ലാസ് ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ജയിക്കുന്ന മണ്ഡലങ്ങളെ A ക്ലാസ് ആയിട്ട്, ചേലക്കര ഒരു A ക്ലാസ് പെട്ടതാണ്. അങ്ങനെ പാർട്ടിയുടെ സിസ്റ്റത്തിന് ഒരു A ക്ലാസ് മണ്ഡലത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ മണ്ഡലങ്ങളെ അതിനനുസരിച്ചുള്ള കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതേപോലെ തന്നെ സഖ്യകക്ഷി BDJS ഉണ്ട്, 2020 ഉണ്ട്. അതുപോലെ എല്ലാ സഖ്യകക്ഷികൾക്കും കൃത്യമായിട്ട് അവർ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഒരു വിമർശനം നമ്മുടെ മാധ്യമങ്ങളൊക്കെ വരുന്നതും BJPയുടെ പ്രധാനമായിട്ടുള്ള കുറച്ച് സീറ്റുകളെല്ലാം 2020 കൊടുക്കുന്നു. 2020യുടെ കാൻഡിഡേറ്റ്സ് വീക്കാണ്. ഈ പറയുന്ന പോലെ BJPയുടെ അകത്ത് തന്നെ കുറച്ച് അസ്വാരസ്യങ്ങളുണ്ട്. അതിലൊക്കെ സത്യമുണ്ട്. ഞാൻ ചോദിച്ചിട്ട് 2020ക്ക് എനിക്കോട് എറണാകുളത്ത് 20 മണ്ഡലങ്ങൾ 16 2020ക്ക് കൊടുത്തു. അവിടെയൊക്കെ BJP പ്രതീക്ഷിച്ചിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥിയാവാൻ താല്പര്യപ്പെടുന്നവർക്ക് പ്രതീക്ഷിച്ചിരുന്നു എന്നൊക്കെ. അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയുന്നത്? അതൊരു രാഷ്ട്രീയത്തിനകത്ത് മുന്നണി മര്യാദകൾ നമ്മൾ പാലിക്കണം. നമ്മളോടൊപ്പം വരുന്ന മുന്നണികൾക്ക് പ്രാധാന്യം കൊടുക്കണം. സ്വാഭാവികമായിട്ടും ആരെങ്കിലൊക്കെ സീറ്റ് പ്രതീക്ഷിച്ചുകൊണ്ടായിരിക്കും ഇരുന്നുണ്ടാവുക. ഇപ്പൊ നാളെ ചിലപ്പം ചേലക്കര അതിനു മുമ്പ് BDJSന് കൊടുത്തിരുന്ന മണ്ഡലമാണ്. ഇവിടെ ആളുകൾ പ്രതീക്ഷയോട് കാത്തിരുന്നുണ്ടാവും നമ്മൾ സ്ഥാനാർത്ഥിയാവുമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ BDJSന് കൊടുത്തു. അതിനുശേഷം BDJSൽ നിന്ന് തിരിച്ചെടുക്കുകയാണ് ചെയ്തത്. ആലത്തൂർ ലോക്സഭാ മണ്ഡലം BDJSനായിട്ട് കൊടുത്തത് BDJSൽ നിന്ന് എടുക്കുകയാണ് ചെയ്തത്. അപ്പം ഇവിടെ ഒരു മുന്നണിയാവുമ്പോൾ വിട്ടുവീഴ്ച മനോഭാവം വേണ്ടി വരും. ഇനിയിപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ച ആൾക്കാരുടെ ചെറിയ അസ്വാരസ്യങ്ങളുണ്ടാവും. പക്ഷെ അത് പാർട്ടിക്ക് അത് കൈകാര്യം ചെയ്യാനുള്ള പ്രാപ്തിയുള്ള പാർട്ടിയാണ്. അത് കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും. ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയ ശേഷം വരുന്ന തെരഞ്ഞെടുപ്പാണ്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മികവ് എങ്ങനെ കാണുന്നു? അദ്ദേഹം വലിയൊരു ടെക്നോക്രാറ്റായ ആളാണ്. അതുപോലെ ഒരാൾ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. കാരണം അദ്ദേഹം ഏത് മേഖലയിൽ നിന്ന് വരുന്നത് എത്രത്തോളം വിദ്യാഭ്യാസവും എന്താ പറയുക എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളാണ് നമുക്കറിയാം. ഇവിടുത്തെ യുവാക്കൾ മുഴുവൻ പ്രതീക്ഷയോട് നോക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ സർക്കാർ വന്നാൽ ഇവിടെ ചെയ്യാൻ പറ്റും. കേരളം 100% നമ്മൾ പ്രതീക്ഷിക്കണം. ഇപ്പൊ വിദേശത്ത് പോയി ജോലി ചെയ്യുന്ന ആളുകളൊക്കെ തിരിച്ച് നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് ജോലി സാധ്യതകൾ ഉണ്ടാവും. ഇപ്പൊ എന്താ ചെയ്യണത്? ഇവിടെ നല്ല മെച്ചപ്പെട്ട സ്കൂളുകളില്ല. സർക്കാർ സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു ഉപരിപഠനത്തിന് പോകണമെങ്കിൽ തൊട്ടപ്പുറത്തെ സ്റ്റേറ്റുകളെ ആശ്രയിക്കണം. ഇനി അതൊക്കെ എല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടണമെങ്കിൽ വിദേശത്ത് എവിടേക്കും പോകണം. ഇവിടെ അതിനനുസരിച്ച് ജോലി കൊടുക്കാവുന്ന ഒരു സംവിധാനങ്ങളും ഇല്ല. അല്ല, അതെല്ലാം മാറണമെങ്കിൽ ഇത്തരം ആളുകളുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനങ്ങൾ വരണം. അങ്ങനെ ദീർഘവീക്ഷണത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനം. അതല്ലാതെ കടം മേടിച്ച് മാത്രം ഒരു സർക്കാരിന് കൂടുതൽ കാലം മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് ഒരു നാൾ തകരും. തകരാതിരിക്കണമെങ്കിൽ നമുക്ക് ഇന്ത്യയുടെ വിഷനോടുകൂടി നല്ല ദീർഘവീക്ഷണത്തോടുള്ള നേതാക്കളുണ്ട്. നമ്മൾ നോക്കിയാൽ കാണാം, ഇപ്പോൾ ഇലക്ഷന് മത്സരിക്കുന്ന നേതൃത്വം വളരെ നല്ല ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തികളാണ് ഇപ്പോൾ NDA നിർത്തിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് അവരൊക്കെ ജയിച്ചു വന്നാൽ നമ്മൾ ഈ പ്രതീക്ഷിക്കുന്ന പോലത്തെ ഒരു കേരളത്തെ സൃഷ്ടിക്കാൻ സാധിക്കും.